ഇതാണ് മൾബറി. ഈ മൾബറിയുടെ ഇലയുണ്ടല്ലോ, ഇല കൊണ്ട് നമുക്ക് തോരൻ വെക്കാൻ പറ്റും. നല്ല അടിപൊളി രുചിയിലുള്ള മൾബറി ഇല തോരൻ. ഇത് പട്ടുനൂൽപ്പുഴുക്കൾ കഴിക്കാൻ മാത്രമല്ല, നമുക്കും കഴിക്കാം. അടിപൊളി തോരൻ വെച്ച് കഴിക്കാം. ആദ്യം മൾബറി ഇലകളൊക്കെ പറിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ചെറുതായിട്ട് തോരൻ്റെ പരുവത്തിൽ അരിഞ്ഞെടുക്കുക. നമ്മൾ സാധാരണ ചീരത്തോരനൊക്കെ അരിയുന്ന പോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം ആദ്യം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി നാളികേരം ചെറിയതും കുറച്ച് സവാളയും 2 പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി പണികളൊക്കെ വളരെ എളുപ്പമാണ്. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഇനി ചേരുവകൾ എന്ന് പറയുമ്പോൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് വറ്റമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, കുറച്ച് അരി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഈ മേൽപ്പറഞ്ഞ ചേരുവകളൊക്കെ നമുക്ക് ഈ ഒരു പാനിനകത്തേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ചേർത്ത ചേരുവകളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മൾബറി ഇലകൾ നമുക്ക് ഈ ഒരു ചേരുവയ്ക്കൊപ്പം ചേർക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ മൾബറി ഇലയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കണേ എനിക്ക്. അപ്പോൾ ഒരു അടപ്പിനങ്ങ് അടച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. നമുക്കൊരു അടപ്പിന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മൾബറി ഇല തോരൻ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇനി കുറച്ച് ചോറും കുറച്ച് മോരും ഈ ഒരു മൾബറി ഇല തോരനും മാത്രം മതി നന്നായിട്ടൊന്ന് ഊണ് കഴിക്കാനായിട്ട്. ചോറ് ഇങ്ങനെ കുഴച്ചെടുക്കുക, നന്നായിട്ടൊന്ന് കഴിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിൽ.